ഓഗസ്റ്റ് 7-ാം തീയതി 8 മണിക്ക് ശേഷം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. വേറൊന്നുമല്ല, 1.5 വർഷത്തിന് ശേഷം എൻ്റെ ഉമ്മച്ചി ഗൾഫിൽ നിന്ന് വരുവാ കേട്ടോ. എൻ്റെ പൊന്നൂസും ഉണ്ട് കൂടെ. അസ്മി വന്നിട്ടില്ല, അസ്മി പിന്നെ വരുന്ന കേട്ടോ പറഞ്ഞത്. സത്യത്തിൽ ഉമ്മച്ചി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല കേട്ടോ വരുന്ന കാര്യം. ചോട്ടി അവിടുന്ന് ട്രെയിൻ കയറി കേട്ടോ, ഞാൻ അറിയാതെ. അപ്പത്തേക്കും ലാസ്റ്റ് എന്നോട് പറയുക എന്നുള്ളതല്ലാതെ വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞതാണേ. പിന്നെ എന്താണെന്നറിയില്ലടാ, അപ്പോൾ ഉറക്കവേ എനിക്ക് വന്നില്ല കേട്ടോ. ഉമ്മച്ചിയെ കണ്ടുകൊള്ളാൻ വയ്യാത്തൊരിതും. പിന്നെ പൊന്നൂസ് ഇവിടെ നിന്ന് പോകുമ്പോൾ ചെറിയ രീതിക്ക് മാത്രമേ സംസാരിക്കത്തുള്ളായിരുന്നു കേട്ടോ. ഇപ്പം നല്ലൊരു സംസാരിച്ചൊക്കെ തുടങ്ങിയേ. ഓഗസ്റ്റ് 27-ാം തീയതി ആയപ്പോഴായിരുന്നു കേട്ടോ ഞങ്ങൾ പോലും അതേ സർപ്രൈസ് ആകാൻ വേണ്ടി വീട്ടിൽ വന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതെല്ലാം അറിയുന്ന ഒരേ ഒരു ആളേ ഉള്ളൂ, അത് ചോട്ടു ആട്ടോ. ചോട്ടു അങ്ങ് കണ്ണൂരാട്ടോ ജോലി ചെയ്യണത്. അതുകൊണ്ട് തന്നെ അവൾ നാട്ടിൽ വരില്ല എന്ന് എല്ലാവർക്കും അറിയാം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നാട്ടിൽ വരുമ്പോൾ അവളോടായിരിക്കും കേട്ടോ ആദ്യമേ പറയുന്നത്. കഥ പറഞ്ഞപ്പോഴേ താണ്ടിടാ ഞാൻ ഇരിക്കുന്ന കേട്ടോ. പൊന്നൂസിനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നേ. ഞാനാണെങ്കിൽ ഒരു വലിയ ബെഡ്ഷീറ്റ് മൂടിക്കൊണ്ടാട്ടോ നിന്നത്. ആരാന്നറിയാൻ വയ്യല്ലോ.